അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല. അവനൊപ്പം പറയാൻ ആരുമേയില്ല, അവനെപ്പോൾ ആരാധ്യനില്ല. അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല. അവനൊപ്പം പറയാനാരുമേയില്ല, അവനെപ്പോൾ ആരാധ്യനില്ല. അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല. അവനൊപ്പം പറയാനാരുമേയില്ല, അവനെപ്പോൾ ആരാധ്യനില്ല. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വച്ച ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട രക്ഷിതാവേ, നിൻ്റെ വചനം ധ്യാനിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും തുറക്കണമേ. അതിലെ നിത്യസത്യങ്ങൾ ഉൾക്കൊള്ളാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. നമ്മുടെ ഫെബ്രുവരി മാസത്തെ ചർച്ചിൻ്റെ ന്യൂസ് ലെറ്റർ അഥവാ ബുള്ളറ്റിൻ എടുത്താൽ അതിൻ്റെ ഫേസിംഗ് പേജിൽ ദ ബിഗ് 3 എന്നൊരു ടൈറ്റിൽ കാണാം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയത്തില്ല. ദ ബിഗ് 3. അതിന് താഴെ 3 കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. 1 പ്രയർ, 2 ഫാസ്റ്റിംഗ്, 3 ആംസ് ഗിവിങ് ഓർ ചാരിറ്റി. പ്രാർത്ഥന, ഉപവാസം, ദാനധർമ്മങ്ങൾ, ഇവ 3 അതിൽ എഴുതി വച്ചിട്ടുള്ളത്. ഇവ 3 പ്രത്യേകിച്ച് ഈ നോമ്പ് കാലത്ത് നമ്മൾ ആചരിക്കേണ്ട 3 കാര്യങ്ങൾ തന്നെയാണ്. 1 തെസ്സലോനിയൻസ് ചാപ്റ്റർ 5 വേഴ്സ് 17 ഒരു കൊച്ചു വാക്യമുണ്ട്: ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ. ഇത് പൗലോസ് അപ്പോസ്തലൻ ഏതാണ്ട് AD 50-51 കാലത്ത് കൊരിന്തിൽ വെച്ച് തെസ്സലോനിക്കയിലെ സഭയ്ക്ക് എഴുതിയ കത്തിലാണ് നമ്മൾ കാണുന്നത്. ഇന്നത്തെ ഗ്രീസിലായിരുന്നു അന്നത്തെ തെസ്സലോനിക്ക. പൗലോസ് അപ്പോസ്തലൻ്റെ സന്ദർശനം തെസ്സലോനിക്കയിൽ ധാരാളം വിശ്വാസികളെ ഉണ്ടാക്കി. ധാരാളം പേർ യേശുവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിച്ചു. അതിനുശേഷം ഒരു പ്രത്യേക സാഹചര്യത്തിൽ പെട്ടെന്ന് പൗലോസ് അപ്പോസ്തലന് മടങ്ങി വരേണ്ടതായ ഒരു സാഹചര്യമുണ്ടായി. അത് കഴിഞ്ഞ് ആ ജനം പലതരത്തിലുള്ള അനിശ്ചിതാവസ്ഥകളിലും സംശയങ്ങളിലും ഒക്കെ പെട്ടുപോകുന്നത് കാണാം. അവിടെ വിശ്വാസത്തിന് അല്പം ഉറപ്പ് കുറയുന്നതായിട്ട് കാണാം. അവർ ദൈവം ഞങ്ങളെ കൈവിട്ടു എന്ന് വിചാരിക്കുന്ന ഒരു സാഹചര്യമുണ്ടാകും. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ മടങ്ങി വന്നതിന് ശേഷം തിമോത്തിയെ അവിടെ അയക്കുന്നുണ്ട്, അവർക്ക് അവരുടെ വിശ്വാസം എങ്ങനെയുണ്ട്, അവരൊക്കെ എങ്ങനെ ഇരിക്കുന്നു എന്ന് അന്വേഷിക്കാൻ. അവിടെ പോയി തിമോത്തി അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം പൗലോസ് അപ്പോസ്തലനോട് വന്ന് പറഞ്ഞു. അത് കേട്ട് അല്പം ഉത്കണ്ഠയോടെ പൗലോസ് അപ്പോസ്തലൻ അവരെ അവരുടെ വിശ്വാസത്തിൽ ഉറപ്പിക്കാനും സംശയങ്ങൾ നീക്കാനും അതുപോലെ തന്നെ വിശുദ്ധിയിൽ ജീവിക്കാനുമൊക്കെ പ്രേരിപ്പിക്കാൻ വേണ്ടി എഴുതിയ കത്താണ് തെസ്സലോനിക്കൻസിൻ്റെ ലേഖനങ്ങൾ. ഒരു
ആ ലേഖനത്തിൽ പറയുന്ന അതിൻ്റെ 5-ാം അധ്യായം 17-ാം വാക്യത്തിലാണ് 1 തെസ്സലോനിയൻസ് 5:17 നമ്മൾ കാണുന്നത് ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ. അതിന് നെവർ സ്റ്റോപ്പ് പ്രേയിങ് എന്ന് NIV പറയുമ്പോൾ ആംപ്ലിഫൈഡ് ബൈബിളിൽ ബി അൺസീസിങ് ആൻഡ് പെർസിസ്റ്റൻ്റ് ഇൻ പ്രെയർ എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞ് നിർത്താതെ തുടർച്ചയായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്നാണ് പറയുന്നത്. അങ്ങനെ ഉള്ള പ്രാർത്ഥനയുടെ അഥവാ അർത്ഥനയുടെ ഒരു സംഭവം നമുക്കൊന്ന് പരിശോധിക്കാം. അതിന് ഞാനൊരു ചെറിയ ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്, പാതിരാവിലെ സ്നേഹിതൻ. ഇത് ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 5 തൊട്ട് 9 വരെയുള്ള വാക്യങ്ങളിൽ കാണാം. ഞാൻ അതൊന്ന് വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 5 തൊട്ട് 9 വരെ. പിന്നെ അവൻ അവരോട് പറഞ്ഞത്, നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു സ്നേഹിതൻ ഉണ്ട് എന്നിരിക്കട്ടെ. അവൻ അർദ്ധരാത്രിയിൽ അവൻ്റെ അടുക്കൽ ചെന്ന്, സ്നേഹിത, എനിക്ക് 3 അപ്പം വായ്പ തരണം. എൻ്റെ ഒരു സ്നേഹിതൻ വഴിയാത്രയിൽ എൻ്റെ അടുക്കൽ വന്നു. അവന് വിളമ്പിക്കൊടുക്കാൻ എൻ്റെ പക്കൽ ഒന്നുമില്ല എന്നവനോട് പറഞ്ഞാൽ, എന്നെ പ്രയാസപ്പെടുത്തരുത്, കഥ കടച്ചിരിക്കുന്നു, പൈതങ്ങളും എൻ്റെ കൂടെ കിടക്കുന്നു, എഴുന്നേറ്റ് തരുവാൻ എനിക്ക് കഴിയുകയില്ല എന്ന് അകത്തുനിന്ന് ഉത്തരം പറഞ്ഞാലും അവൻ സ്നേഹിതനാകൊണ്ട് എഴുന്നേറ്റ് അവന് കൊടുക്കയില്ലെങ്കിലും അവൻ ലജ്ജ കൂടാതെ മുട്ടിക്ക നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടിടത്തോളം കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. വളരെ അനുഗ്രഹീതമായ ഒരു വേദഭാഗമാണ് ഇത്. ഈ അർദ്ധരാത്രിയിലെ സ്നേഹിതൻ്റെ സന്ദർശനത്തിനെക്കുറിച്ച് നമുക്ക് കർത്താവ് പറഞ്ഞു തരുന്നത് കർത്താവിൻ്റെ പ്രാർത്ഥന പഠിപ്പിച്ചതിന് ശേഷമാണ്. ദ ലോർഡ്സ് പ്രെയർ പഠിപ്പിച്ചു കഴിഞ്ഞ ഉടനെയാണ് ഇത് നമ്മളോട് പറയുന്നത്. നമ്മളതിനകത്ത് വായിച്ചു, ഒരു മനുഷ്യൻ അർദ്ധരാത്രി വന്ന് 3 അപ്പം ചോദിക്കുന്നു. അതാർക്ക് വേണ്ടിയാണ്? അയാളുടെ മറ്റൊരു സ്നേഹിതൻ വന്നു വിശന്ന് ആ വ്യക്തിക്ക് കൊടുക്കാൻ വേണ്ടിയാണ്. അല്ലാതെ വിരുന്ന് നടത്താനോ വലിയ ആഡംബരത്തിന് വേണ്ടിയോ ഒന്നുമല്ല. എന്നാൽ താൻ വന്ന സ്നേഹിതൻ്റെ വീട്ടിലെ വാതിൽ അടഞ്ഞിരിക്കുകയാണ്. ഇത് നമ്മൾ നോക്കുമ്പം പ്രാർത്ഥനയെക്കുറിച്ച് മാത്രമുള്ള ഒരു ഉപമയായിട്ട് എടുക്കേണ്ട. ഇത് ദാനം കൊടുക്കാനുള്ള മനോഭാവവും ആ ഉപമയിൽ ഉൾപ്പെടുന്നുണ്ട് എന്ന് നമ്മൾ കാണണം. ഈ സ്നേഹിതൻ വന്ന് വാതിലിൽ മുട്ടി തൻ്റെ ആവശ്യം പറഞ്ഞപ്പോൾ മറ്റേ ആൾ, അതും സ്നേഹിതൻ തന്നെയാണ്, പല അസൗകര്യങ്ങളാണ് പറയുന്നത്. അർദ്ധരാത്രിയാണ്, എൻ്റെ കുടുംബമെല്ലാം ഉറങ്ങുകയാണ്, ഞാൻ വാതിൽ തുറന്ന പിള്ളേരെല്ലാവരും ഉണരും, വീട്ടുകാരെല്ലാവരും ഉണരും, അതുമാത്രമല്ല ഞങ്ങൾ കിടക്കുന്ന ഒരു ചെറിയ മുറിയിലായിരിക്കും. അങ്ങനെ ആയിരിക്കാം ഉദ്ദേശിച്ചത്. അന്നത്തെ കാലത്തെ ഇസ്രായേലിലൊക്കെയുള്ള വീടുകൾ ചെറിയ ചെറിയ വീടുകളാണ്. അതിൻ്റെ ഒരു വശത്ത് അവരുടെ ആടുകളെയുമൊക്കെ അവർ സൂക്ഷിക്കും, മറുവശത്ത് അവർ ഉറങ്ങുന്ന മുറിയും മിക്കവാറും അവരുടെ കുക്കിംഗ് എല്ലാം ഔട്ട്സൈഡിലുമാണ്. അപ്പോൾ വീട് തുറക്കുന്ന ശബ്ദം കേട്ടാൽ ഈ ആടുകളും ഉണരും, ശബ്ദമുണ്ടാകും, കുഞ്ഞുങ്ങളുണരും, പൊതുവെ ഒരു അസ്വസ്ഥത ഉണ്ടാകും. അതുകൊണ്ടാണ് അയാൾ അങ്ങനെ പറഞ്ഞത് എന്ന് നമുക്ക് കരുതാം. നമ്മളും പലപ്പോഴും ഇങ്ങനെ പറയാറില്ലേ, ഇപ്പോൾ ഇത് ശരിയായ സമയമല്ല. ആരെങ്കിലും നമ്മളെ സമീപിച്ച് പണമെന്നല്ല മറ്റെന്തെങ്കിലും പറയാനോ അല്ലെങ്കിൽ ഒരു എന്ത് കാര്യത്തിന് വന്നാലും നമ്മൾ ചിലപ്പോഴൊക്കെ ഇപ്പോൾ ശരിയായ സമയമല്ല, ഇപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടാണ്, വേണമെങ്കിൽ പിന്നെ നോക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പല അസൗകര്യം പറഞ്ഞ് ഒഴിയുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിലില്ലേ? ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എൻ്റെ വീട്, എൻ്റെ കുടുംബം, എൻ്റെ വിശ്രമം, ഇതൊക്കെയാണ് ആ സ്നേഹിതൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത്. അതിനകത്തെല്ലാം ഒരു സ്വാർത്ഥതയുടെ ഒരു അംശം നമുക്ക് കാണാൻ സാധിക്കും, ഇല്ലേ? എന്നാൽ മറ്റേതൊരു സുഹൃത്താണ്. സുഹൃത്തിന് വേണമെങ്കിൽ എൻ്റെ സ്നേഹിതൻ വന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം എടുത്ത് കൊടുക്കാം, അല്ലെ അപ്പം ഉണ്ടാക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാം. പക്ഷേ ആ സൗഹൃദം പോലും ഈ വ്യക്തിയെ ഒന്ന് എഴുന്നേറ്റ് അയാൾക്കിടെ ആവശ്യം നിർവഹിച്ചു കൊടുക്കാൻ വേണ്ടി ആ സൗഹൃദം പോലും ഉതകുന്നതായിട്ട് കാണുന്നില്ല. എന്നാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, വെറും സൗഹൃദം കൊണ്ട് കാര്യമില്ല. ത്യാഗമില്ലാത്ത സൗഹൃദത്തിന് ആഴം കാണുകയില്ല. ത്യാഗമില്ലാത്ത സൗഹൃദം വെറും സൂപ്പർഫ്ലോസ് ആയിട്ടുള്ള ഒരു സൗഹൃദമായിരിക്കും. ഏതായാലും തൻ്റെ കൂട്ടുകാരൻ പിന്നെയും പിന്നെയും പ്രാർത്ഥിക്കുകയും
ഒക്കെ നിർബന്ധിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. തുടർച്ചയായി മുട്ടുന്നു, അവൻ വിട്ടുമാറുന്നില്ല. കാരണം എന്താണ്? അവൻ്റെ അടിയന്തരമായ ആവശ്യം അവന് കിട്ടിയാൽ മതിയാവും. അവിടെ അവൻ ലജ്ജിക്കാനൊന്നും പോകുന്നില്ല. അവൻ പിന്നെയും മുട്ടുകയാണ്, പിന്നെയും വാതിൽ മുട്ടുകയാണ്. ഇത് അവസാനം മറ്റേയാൾ വാതിൽ തുറക്കുന്നത് എന്തുകൊണ്ടാണ്? ഇയാൾ മുട്ട് നിർത്തുന്നില്ല, തുടർച്ചയായിട്ട് മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വാതിൽ തുറക്കുന്നതാണ് നമ്മൾ കാണുന്നത്. പിന്നെ ആ സ്നേഹിതന് വേണ്ടത് കൊടുക്കുന്നതും നമ്മൾ കാണാം. ഈ നോയമ്പ് കാലത്ത് നമുക്ക് ഈ വിഷയം എടുത്ത് ചിന്തിക്കുമ്പോൾ യേശു നമ്മളോട് എന്താണ് പറയുന്നത് എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. നമ്മൾ ദാനം ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുന്നത് പൂർണ്ണ മനസ്സോടെയാണോ? അതോ അതിനകത്ത് ഒരു അല്പം മടിയുണ്ടോ? അല്ലെങ്കിൽ അത് നമ്മൾ നിർബന്ധത്താൽ കൊടുക്കുന്നതാണോ? ഇതൊക്കെ നമുക്ക് ഒന്ന് നോക്കണം. നമ്മൾ മുമ്പേ കണ്ടത് ഇത് 3 കാര്യങ്ങളാണ്: പ്രാർത്ഥന, ഉപവാസം, ദാനം. ഇത് 3ഉം നോയമ്പ് കാലത്ത് മാത്രമല്ല, നമ്മുടെ ജീവിതകാലം മുഴുവൻ ഒരു വിശ്വാസി പിന്തുടരേണ്ടതാണ്, അല്ലേ? മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 3-ാം വാക്യത്തിൽ യേശു പറയുന്നുണ്ട്, നിൻ്റെ വലങ്കൈ ചെയ്യുന്നത് നിൻ്റെ ഇടങ്കൈ അറിയരുത്, ഇല്ലേ? നമ്മൾ ചിലപ്പോൾ കൊടുക്കുന്നത് ഒരാൾ വന്ന് പല പ്രാവശ്യം പുറകെ നടന്നു കഴിഞ്ഞായിരിക്കും. ചെറിയൊരു തുകയോ അല്ല ചെറിയൊരു സഹായവുമായിരിക്കും, നമുക്ക് കൊടുക്കാൻ പ്രാപ്തിയുള്ളതുമാണ്. പക്ഷേ എന്തിനാ കൊടുക്കുന്നത് എന്ന് നമ്മൾ വിചാരിക്കാം, ഇല്ലേ? അതുപോലെ തന്നെ ചില സമയത്ത് നമ്മൾ കൊടുക്കുന്നത് മറ്റുള്ളവരുടെ മുമ്പിൽ അവരൊക്കെ ഒന്ന് കാണാൻ, നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു ബഹുമാനം കിട്ടാൻ, എല്ലാവരും കൊടുത്തതിൽ കൂടുതലായിട്ടൊന്ന് കൊടുത്ത് കാണിക്കാനും നമ്മൾ ശ്രമിക്കും, ഇല്ലേ? ചിലപ്പം നമുക്കൊരു പേര് കിട്ടാൻ വേണ്ടി നമ്മൾ കൊടുക്കാറുണ്ട്, ഇല്ലേ? പ്രശംസയ്ക്കായിട്ട് നമ്മൾ കൊടുക്കാറുണ്ട്, ഇല്ലേ? പിന്നെ ചിലരുണ്ട് കൊടുത്തതിൻ്റെ എല്ലാം കണക്കെഴുതി വെക്കും. അവനെ ഞാൻ ഇന്നത് കൊടുത്തു, ഇവനെ ഞാൻ ഇന്നത് കൊടുത്തു എന്ന്. കാരണം ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ അവരുമായിട്ട് എന്തെങ്കിലും നീരസം ഉണ്ടായാൽ ഉടനെ ഇത് വിളിച്ചു പറയും, നീ കഷ്ടപ്പെട്ട് എൻ്റെ മുമ്പിൽ വന്നപ്പോൾ ഞാൻ നിനക്കിത് തന്നില്ലേ, നന്ദിയില്ലാത്തവനാ നീ എന്ന് പറയുന്നവരുമാണ് നമ്മൾ, ഇല്ലേ? ഇത് മടിയോടുകൂടിയുള്ള ഒരു ദാനമാണ് നമ്മുടേതെങ്കിൽ അവിടെ ദൈവാനുഗ്രഹം ഉണ്ടാകുകയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചോദിക്കുന്നതിന് മുമ്പ് കൊടുക്കാൻ നമുക്ക് സാധിക്കണം. നമുക്ക് ചോദിക്കുന്നതിന് മുമ്പ് ഒരാൾ നമുക്ക് വേണ്ടതെല്ലാം തന്നിട്ടുണ്ട്. എന്താണ്? റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 8-ാം വാക്യത്തിൽ, നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്കായിട്ട് മരിച്ചു, ഇല്ലേ? നാം മുട്ടുന്നതിന് മുമ്പ് അവൻ നമുക്ക് വേണ്ടി രക്ഷയുടെ വാതിൽ തുറന്നു തരികയാണ് ചെയ്തത്, ഇല്ലേ? നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് പ്രാക്ടിക്കലായിട്ട് നമ്മൾ എന്തെങ്കിലും എവിടെയെങ്കിലും കൊടുക്കുകയോ ചെയ്യുകയോ ചെയ്താൽ രഹസ്യമായി ചെയ്യുക. ഇടങ്കൈ അറിയാതിരിക്കണം വലങ്കൈ ചെയ്യുന്നത്. പരസ്യം ചെയ്യരുത്, സോഷ്യൽ മീഡിയയിൽ പ്രദർശിപ്പിക്കരുത്, ആത്മഗർവം വരുത്തരുത്, ഞാൻ കൊടുത്തു എന്ന് കണക്ക് വെക്കരുത്, മറ്റുള്ളവരോട് വിളിച്ചു പറയരുത്. നമ്മൾ ദാനം ചെയ്യുന്നതിനെ മറന്നുകൊള്ളുക. മനസ്സിലായില്ലേ? ദാനം ഒരാരാധനയാണ്. അങ്ങനെയാണ് നമ്മൾ അതിനെ കാണേണ്ടത്, ഇല്ലേ? മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 40-ാം വാക്യത്തിൽ എന്താണുള്ളത്? ഇവരിൽ ഏറ്റവും ചെറുതായവർക്ക് നിങ്ങൾ ചെയ്തത് എനിക്ക് ചെയ്തതാകുന്നു എന്നാണ് നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തു നമ്മളോട് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നാം ദരിദ്രന് അല്ലെങ്കിൽ ആവശ്യക്കാരന് എന്തെങ്കിലും കൊടുക്കുമ്പോൾ അത് കൊടുക്കുന്നത് ക്രിസ്തുവിൻ്റെ നീട്ടിയ കയ്യിലേക്കാണ്. അത് നമ്മൾ ഒരിക്കലും മറക്കരുത്. നമുക്ക് പ്രാക്ടിക്കലായിട്ട് നോക്കിയാൽ വേണമെങ്കിൽ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാം. ഒന്ന്, ഏതെങ്കിലും ഒരു കുടുംബത്തെ നമുക്ക് രഹസ്യമായിട്ട് ചെറിയ ഒരു ആശ്വാസത്തിന് അല്പം പൈസയോ സാധനങ്ങളോ ആഴ്ചയിൽ ഒരു പ്രാവശ്യം കൊടുത്ത് വേണമെങ്കിൽ സഹായിക്കാം. അല്ലെങ്കിൽ ഒരു രോഗിക്ക് നമുക്ക് തുടർച്ചയായിട്ട് മാസം തോറും ആവശ്യമുള്ള മരുന്നുകൾ വാങ്ങിക്കൊടുക്കാം. മുഴുവനായിട്ട് സാധിച്ചില്ലെങ്കിൽ ഒരു ഭാഗമെങ്കിലും വാങ്ങിക്കൊടുക്കാം. ഇല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിയുടെ ഫീസ് കൊടുത്ത് സഹായിക്കാം. ഇല്ലെങ്കിൽ വിശക്കുന്നവർക്ക് ഇവിടെ പലരും ചെയ്യുന്നുണ്ട്, പൊതിച്ചോറുണ്ടാക്കി നമുക്ക് കൊടുത്തു വിടാം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പ്രായോഗികമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. അർദ്ധരാത്രി വാതിൽ തുറന്ന മനുഷ്യൻ മടിച്ചാണ് വാതിൽ തുറന്നത്, അല്ലേ? പക്ഷേ ദൈവം, നമ്മുടെ ദൈവം മടിയില്ലാതെ നമുക്ക് തരുന്നവനാണ്. എന്ത് ചോദിച്ചാലും തരുന്നവനാണ്. നിൻ്റെ ഹൃദയം അടഞ്ഞ വാതിലാണോ അല്ലെങ്കിൽ തുറന്ന അപ്പം വീട്ടലാണോ എന്ന് നമ്മൾ ഒന്ന് അന്വേഷിക്കണം. മടിയോടെയല്ല, സ്നേഹത്തോടെ കൊടുക്കുന്നവരായി തീരാൻ നമുക്ക്. ഇടങ്കൈ അറിയാതെ വലങ്കൈ കൊടുക്കുന്ന ദൈവമക്കളാകാൻ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ഒരു നീണ്ട
നിശബ്ദതയാകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ജീവിതത്തിൽ അന്ധകാരം നിറഞ്ഞ മൂകമായ ഒരു പാതിരാത്രിയുടെ അനുഭവം ഉണ്ടാകാം. പാതിരായിൽ ദുഃഖത്തോടെ മറ്റാരോടും പറയാത്ത സങ്കടങ്ങൾ നമ്മുടെ ദൈവത്തോട് നമ്മൾ പറയേണ്ട സാഹചര്യം ജീവിതത്തിൽ വന്നെന്ന് വരാം. ഉത്തരങ്ങൾ കിട്ടുന്നത് വരെ നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കണം, പറഞ്ഞുകൊണ്ടിരിക്കണം. ഒരു കൊച്ചുകുഞ്ഞ് അതിൻ്റെ അപ്പൻ്റെ അടുത്ത് അവൻ്റെ ആവശ്യം അത് കിട്ടുന്നത് വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെ. കാരണം നമ്മുടെ അപ്പനുമായിട്ടാണ് നമ്മൾ സമ്മതിക്കുന്നത്, നമ്മുടെ അപ്പനോടാണ് നമ്മൾ ചോദിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ മുമ്പിൽ നമ്മൾ എന്തെങ്കിലും അവന് കൊടുക്കാൻ തയ്യാറാകുന്നതിന് മുമ്പ് രക്ഷയുടെ വാതിൽ, അവൻ്റെ രക്തം നമുക്ക് വേണ്ടി ചിന്തിത്തന്ന നമ്മുടെ രക്ഷകൻ്റെ മുമ്പിൽ മടികൂടാതെ തുടർച്ചയായിട്ട് നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് പറയാം. നമ്മുടെ മുമ്പിൽ വന്നു നിൽക്കുന്ന ഏതൊരു അത്യാവശ്യക്കാരനും ഏതൊരു പാവപ്പെട്ടവനും നമുക്ക് കഴിയുന്നത് നമുക്ക് ചെയ്ത് സഹായിക്കാം. നമ്മൾ കൊടുക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ നീട്ടിയ കൈകളിലേക്കാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതോടുകൂടി ഇന്നത്തെ ഈ ചെറിയ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധൻ മഹോന്നത ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം മിശിഹാ. പരിശുദ്ധൻ മഹോന്നത ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം മിശിഹാ. ഹല്ലേലൂയാ, 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 മന്ത്രിയാം ദൈവം, നിത്യതാതനും വീരനാം ദൈവം, ഉന്നത ദേവൻ നീതിയിൻ സൂര്യൻ, രാജാതിരാജനാം മിശിഹാ. അവൻ അത്ഭുത മന്ത്രിയാം ദൈവം, നിത്യതാതനും വീരനാം ദൈവം, ഉന്നത ദേവൻ നീതിയിൻ സൂര്യൻ, രാജാധിരാജനാം മിശിഹാ.